മതവിശ്വാസതയില്ലാത്തവർക്ക് ശരീഅത്ത് ബാധകമാക്കരുത് എന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഹർജിയുണ്ട്. മതം ഉപേക്ഷിച്ച മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ബാധകമാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രജനി, നിർണായകമായ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഈ വിഷയം നേരത്തെ തന്നെ കോടതിക്ക് മുൻപിലുള്ളതാണ്. മുൻപ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡിന്റെ ബെഞ്ചിൽ ഉണ്ടായിരുന്ന ഹർജിയാണ് ഇപ്പോൾ പുതുതായി ചുമതല ഏറ്റെടുത്തിട്ടുള്ള ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചിലും ഈ ഹർജി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹർജി പരിഗണിക്കവെയാണ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം സമർപ്പിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഹർജിയുടെ വിശദാംശം പരിശോധിക്കുമ്പോൾ മുസ്ലിമായി ജനിച്ചുവെങ്കിൽ പോലും അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ ജനിച്ചെങ്കിലും മതവിശ്വാസിയല്ലാത്ത ഒരാൾക്ക് ശരീഅത്ത് നിയമം ബാധകമാക്കരുത് എന്നുള്ളതാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. കേരളത്തിൽ നിന്ന് ആലപ്പുഴ സ്വദേശി സഫിയയാണ് ഇത്തരത്തിലൊരു ഹർജി സുപ്രീം കോടതിയിലേക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. മുസ്ലിം മതവിശ്വാസി അല്ലാത്ത ഒരാൾക്ക് ശരീഅത്ത് നിയമത്തിന് പകരം ഇന്ത്യൻ പിന്തുടർച്ചാവകാശം ബാധകമാക്കിക്കൊണ്ട് ഉത്തരവിറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഹർജി സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത്. മതവിശ്വാസികൾക്കാണ് ശരീഅത്ത് നിയമം ബാധകമാക്കേണ്ടത്. മുസ്ലിം മതത്തിൽ ജനിച്ചെങ്കിലും മതവിശ്വാസി അല്ലെങ്കിൽ ശരീഅത്ത് നിയമത്തിന് പകരം രാജ്യത്ത് നിലനിൽക്കുന്ന പിന്തുടർച്ചാവകാശവും രാജ്യത്തെ നിയമവ്യവസ്ഥയുമാണ് പാലിക്കേണ്ടത് എന്ന വാദം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രധാനമായും ഹർജിക്കാരി ചൂണ്ടിക്കാട്ടുന്നത് പിന്തുടർച്ചാവകാശവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. തൻ്റെ മുഴുവൻ സ്വത്തുക്കളും മകൾക്ക് നൽകണമെങ്കിൽ അത് ശരീഅത്ത് നിയമപ്രകാരം സാധിക്കില്ല. 1/3 ഭാഗം സ്വത്ത് മാത്രമേ മകൾക്ക് നൽകാൻ സാധിക്കൂ. തൻ്റെ മുഴുവൻ സ്വത്തുക്കളും മകൾക്ക് നൽകാനാണ് ആഗ്രഹിക്കുന്നത്. താൻ മതവിശ്വാസിയല്ലാത്ത ഒരാൾക്ക് ഇത്തരത്തിൽ ശരീഅത്ത് നിയമത്തിന് പകരം രാജ്യത്ത് നിലനിൽക്കുന്ന പിന്തുടർച്ചാവകാശ ബാധകമാക്കണമെന്നാവശ്യമാണ് കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. ശരീഅത്ത് നിയമപ്രകാരം മുസ്ലിം മതത്തിലുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പിന്തുടർച്ചാവകാശം ബാധകമല്ല എന്ന് വളരെ കൃത്യമായി ശരീഅത്ത് നിയമത്തിലുണ്ട്. അതുകൊണ്ട് മതവിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് നിലവിൽ ശരീഅത്ത് നിയമമാണ് പാലിക്കേണ്ടി വരുന്നത്. അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതിക്ക് മുൻപിലുള്ളത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണിക്കുന്ന വേളയിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചൂണ്ടിക്കാട്ടിയത് ഇത് ഏറെ ഗൗരവമുള്ളതും ഒപ്പം കൗതുകമുള്ളതുമായ ഹർജിയാണ്. വിഷയത്തിൽ വിശദമായൊരു പരിശോധന നടത്തേണ്ടതുണ്ട്. അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സത്യവാങ്മൂലം സമർപ്പിക്കും എന്നുള്ളതാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും ചൂണ്ടിക്കാട്ടിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിക്കുമ്പോൾ തീർച്ചയായും തുല്യ നിയമം അല്ലെങ്കിൽ ഏകീകൃത സിവിൽ നിയമം എന്ന ആശയത്തെപ്പറ്റി കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ശരീഅത്ത് പോലെയുള്ള വ്യക്തി നിയമങ്ങൾക്കപ്പുറം രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും തുല്യ നിയമം ഉറപ്പാക്കുന്ന ഏക സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാക്കുന്നതിനുള്ള ആലോചനകൾ നിലവിൽ കേന്ദ്ര സർക്കാർ നടത്തുന്നു. അതിൻ്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ ഈ ഒരു ഹർജിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. മുസ്ലിം വിഭാഗത്തിൽ ജനിച്ചെങ്കിലും മതവിശ്വാസിയല്ലാത്ത ഒരാൾക്ക് ശരീഅത്ത് നിയമം ബാധകമാകരുതെന്നും പകരം ഇന്ത്യൻ പിന്തുടർച്ചാവകാശം ബാധകമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തന്നെയാണ് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. മതവിശ്വാസം ഇല്ലാത്തവർക്ക് ശരീഅത്ത് ബാധകമാക്കരുതെന്നാണ് ഹർജി. മതം ഉപേക്ഷിച്ച് മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ബാധകമാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ആലപ്പുഴ സ്വദേശിനി PM സഫിയയാണ് ഹർജി നൽകിയത്. ജിഷ്ണുകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.